നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. നമുക്ക് വിശദമായി നോക്കാം പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം, ഒപ്പം തന്നെ ഈ കോൺഗ്രസ് വളരെ കാര്യമായി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനായി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരണം. ഇനി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ആനക്കൊമ്പ് മോഷണം നടന്നു എന്നുള്ള വാർത്തയും വളരെ പ്രധാനപ്പെട്ടതായി പുറത്തേക്ക് വരുന്നു. ഈ വളരെ പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നു കോൺഗ്രസ്. രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷൻ, ശശി തരൂർ സഹാധ്യക്ഷൻ, ഷാഫി പറമ്പിലിനെ കൺവീനറായും ചുമതലപ്പെടുത്തി ഹൈക്കമാൻഡ്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരാഴ്ചയ്ക്കകം. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത അടുത്ത ഘട്ടത്തിൽ ചർച്ചയാക്കാൻ ഭരണപക്ഷം. പ്രതിഷേധം ഇന്നും തുടരും. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ ഒപ്പിടാൻ ഒരുങ്ങി ഇന്ത്യ. വ്യോമസേനയ്ക്കായി 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങും. നാവികസേനയ്ക്കായി 6 P-8A പെട്രോൾ വിമാനങ്ങളും വാങ്ങാൻ ഫ്രാൻസുമായി കരാർ. കർണാടകയിൽ നേതൃമാറ്റം തൽക്കാലം വേണ്ടെന്ന് കോൺഗ്രസ്. മുഖ്യമന്ത്രി മാറ്റമുണ്ടാകില്ല. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അസ്ഥിരത ദോഷം ചെയ്യുമെന്ന് നേതൃത്വം. ബംഗ്ലാദേശിൽ BNP അധികാരത്തിലേക്ക് കേവല ഭൂരിപക്ഷം മറികടന്നു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും. ജമാഅത്തെ ഇസ്ലാമിക്ക് 50 സീറ്റുകളിൽ ജയം. ഒൻപത് മണി വാർത്ത ആരംഭിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നത് ഇപ്പോൾ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ മോഷണം. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. DJ പാർട്ടിക്കായി വന്നവരാണ് ഈ മോഷണം നടത്തിയത് എന്നാണ് FIR. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ മിലിറ്ററി ക്യാമ്പിലൊക്കെ കയറി മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും അത്ഭുതപ്പെടുന്നതാണ്. പ്രത്യേകിച്ചും ആനക്കൊമ്പ് പോലുള്ള കാര്യങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്. തീർച്ചയായിട്ടും വളരെ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലമാണ്, സുരക്ഷാ ക്രമീകരണമുള്ള സ്ഥലമാണ്. ഡ്യൂട്ടിയിലുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ, പട്ടാള ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ അവരുടെ സുരക്ഷാ പരിശോധന മറികടക്കാതെ ആർക്കും അകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയാത്ത ഇടമാണ്. തിരുവനന്തപുരത്ത് പാങ്ങോട് നിന്ന് പൂജപ്പുരയിലേക്കുള്ള വഴിയിൽ പോലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. അവിടെ വാഹനം നിർത്തിടാൻ പോലും അനുവദിക്കാത്തൊരു സ്ഥലം. അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള മിലിറ്ററി ക്യാമ്പ്, അതിനുള്ളിൽ കടന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൂജപ്പുര പോലീസിന്റെ FIRൽ പറയുന്നത് ഇപ്രകാരമാണ്. ഏതോ പ്രതിക്ക് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകൾ മോഷണം ചെയ്തുകൊണ്ടു പോകണം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ ഓഫീസേഴ്സ് മെസ്സിൽ ഏതോ വിധം അതിക്രമിച്ചു കയറി ആ മെസ്സിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ വിലമതിക്കുന്ന 2 ആനക്കൊമ്പുകൾ 11/2/2020 കഴിഞ്ഞ 11-ാം തീയതിക്കും 12-ാം തീയതിക്കും ഇടയിൽ, തീയതി രാവിലെ 9 മണിക്കും ഇടയിലുള്ള ഏതോ സമയം മിലിറ്ററി സ്റ്റേഷനിൽ DJ പാർട്ടി നിർത്തുമായി ബന്ധപ്പെട്ട് വന്ന ആരോ മോഷണം ചെയ്തു കൊണ്ടുപോയി എന്നാണ് ഈ FIR പറഞ്ഞത്. അതായത് അവിടെ DJ പാർട്ടി അന്ന് നടന്നിരുന്നു. ആ DJ പാർട്ടിക്ക് വന്നവരാണ്, പുറത്തുനിന്ന് 18 പേരടങ്ങുന്ന സംഘമാണ് അവിടെ DJ പാർട്ടിക്ക് എത്തിയത്. ഓഫീസേഴ്സ് മെസ്സിലാണ്, ക്യാമ്പിലെ ഓഫീസേഴ്സ് മെസ്സിലാണ് ഈ ആനക്കൊമ്പുകൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ ആ ആനക്കൊമ്പുകളാണ് മോഷണം പോയിരിക്കുന്നത്. ഇതിന് വലിയ പഴക്കമുള്ള ഒരു ആനക്കൊമ്പുകളാണ്. 1929, ഏതാണ്ട് 100 വർഷത്തോടടുത്ത് 97 വർഷം പഴക്കമുള്ള, അല്ലെങ്കിൽ 97 വർഷം ഇത് മിലിറ്ററിക്ക് ലഭിച്ചിട്ട് അന്നത്തെ സർക്കാർ മിലിറ്ററി ക്യാമ്പിന് കൈമാറിയ, അന്നത്തെ ഉദ്യോഗസ്ഥന് കൈമാറിയ ആനക്കൊമ്പുകളാണ്, സൈന്യത്തിന് കൈമാറിയ ആനക്കൊമ്പുകളാണ്. അതാണിപ്പോൾ മോഷണം പോയിരിക്കുന്നത്. ക്ലബിലെ ഈ DJ പാർട്ടിക്ക് എത്തിയ ഈ ഓഫീസേഴ്സ് മെസ്സിൽ DJ പാർട്ടിക്ക് എത്തിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 18 പേരടങ്ങുന്ന സംഘമാണ് അന്ന് DJ പാർട്ടിക്ക് എത്തിയത്. അവരെ കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തീക്കട്ടയിലൊക്കെ ഉറുമ്പരിക്കുമെന്ന് പറയുന്നത് പോലെയുള്ള സംഭവമായി നമുക്കിതിനെ കാണണം. കാരണം അത്രയധികം സുരക്ഷാ പ്രാധാന്യമുള്ള, അത്രയധികം സുരക്ഷയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് മോഷണം പോയിരിക്കുന്നത്. അതീവ ഗൌരവത്തോടു കൂടി ഇത് മിലിറ്ററി കാണുന്നുണ്ടെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ
പോലീസും ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ പ്രതികൾ പിടിയിലാവാൻ തന്നെ സാധ്യത. കാരണം ഈ 18 പേർ ഏത് DJ സംഘം എന്ന കാര്യമൊക്കെ കൃത്യമായി പോലീസിനും മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ പ്രതികളിലേക്ക് എത്തും. ഈ സംഘത്തിലുള്ളവർ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെയാണോ ഇത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നാണ് കാര്യത്തിലേക്ക് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പൂജപ്പുര പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന FIR-ലുള്ളത്. അരുൺ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ 2 ആനക്കൊമ്പുകളൊക്കെ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് മോഷ്ടിക്കണമെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം വേണം. അപ്പോൾ ഒരു DJ പാർട്ടിക്കായി എത്തിയ ജോലിക്കാർ പുറത്തുനിന്ന് എത്തി എന്ന് പറയുന്നു. ഇനി അവരിലേക്കാണ് സംശയം പോകുന്നത്. ഇനി ഈ ഒരു മിലിറ്ററി ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വേണ്ടത്ര പരിശോധനയൊന്നും ഇല്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയില്ല. അവിടെയും ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും സുരക്ഷാ പരിശോധനകൾ കർശനമാണ്. നമ്മൾ പലതവണ മിലിറ്ററി ക്യാമ്പിൽ മിലിറ്ററിയുടെ പല പരിപാടികൾക്കായി പോയിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത ഒരു സൈനിക സ്കൂളുണ്ട്. അവിടെ ഗ്രൗണ്ടിൽ പുറത്തുള്ളവർക്ക് നേരത്തെയൊക്കെ പ്രവേശനം ലഭിക്കുമായിരുന്നു. അവിടെ ഗ്രൗണ്ട് ഒരു ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന മൈതാനമാണ്. അവിടെ കടക്കണമെങ്കിൽ പോലും ഈ മിലിറ്ററിയുടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കടന്നു വേണം അതിനുള്ളിലേക്ക് പോകാൻ. ആ ഗ്രൗണ്ടിൽ പോകണമെങ്കിൽ പോലും ഇവരുടെ ഓഫീസുകളിലേക്കോ ബസ്സിലേക്കോ അല്ലെങ്കിൽ ഇവിടെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പോകുമ്പോഴാകട്ടെ വലിയ സുരക്ഷാ പരിശോധനകളാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളാണെങ്കിൽ പോലും വളരെ കൃത്യമായി പരിശോധിച്ച് മാത്രം. അത്രയധികം സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലമാണ് മിലിറ്ററിയുടെ. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് തെക്കൻ കേരളത്തിലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. അതുകൊണ്ട് തന്നെ അവിടെ കടക്കുമ്പോൾ അതീവ സുരക്ഷാ ക്രമീകരണം ഉണ്ടാകും. സ്വാഭാവികം പുറത്തു പോകുമ്പോഴും അത്തരം പരിശോധന ഉണ്ടാകാം. വളരെ വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ ബന്ധപ്പെട്ട വലിയ സാധനങ്ങളൊക്കെ മിലിറ്ററി ക്യാമ്പുകളിലും ബസ്സുകളിലൊക്കെ സൂക്ഷിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികം പരിശോധിക്കേണ്ടതാണ്. ഇത് ഒരു കാര്യം ഉറപ്പിക്കാം, പുറത്തു പോയപ്പോൾ പരിശോധന നടന്നിട്ടില്ല. നടന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ആനക്കൊമ്പ് പുറത്തു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായമോ സഹകരണമോ ഒക്കെ വേണം. അതുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും വളരെ വലിയൊരു സുരക്ഷാ വീഴ്ച കൂടിയാണ് സംഭവിച്ചിരിക്കുന്നു. കേവലം ഈ 2 കോടി രൂപയുടെ സ്വർണ്ണക്കൊമ്പ് പോയി എന്നുള്ളത് മാത്രമല്ല, ആനക്കൊമ്പ് പോയി എന്നുള്ളത് മാത്രമല്ല, അതിന്റെ വിലയേക്കാളേറെ മിലിറ്ററി ക്യാമ്പിൽ അത്ര ഒരു മോഷണം നടന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അരുൺ, അത് മാത്രമല്ല FIR-ലെ ഉള്ളടക്കം കൂടി അമ്പരപ്പിക്കുന്നതാണ്. മിലിറ്ററി സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകൾ മോഷണം ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ ഓഫീസേഴ്സ് മെസ്സിൽ അതിക്രമിച്ചു കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതും അമ്പരപ്പുണ്ടാക്കുന്നതല്ലേ, ഒരു സാധാരണ ഇടമല്ലല്ലോ. അതാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇത് കേൾക്കുകയാണെങ്കിൽ ഒന്ന് തല പോയിക്കും. സ്വാഭാവികമായി ഒരു കേസിൽ FIR ആ രീതിയിൽ മാത്രമേ പോലീസ് ഫ്രെയിം ചെയ്യാറുള്ളൂ. അതിക്രമിച്ച് കയറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ അവിടെ എത്തിയത് DJ പാർട്ടി മിലിറ്ററി ക്യാമ്പിൽ ഉദ്യോഗസ്ഥർ ക്ഷണിച്ചത് തന്നെയാകാം. പക്ഷേ ഈ മോഷണത്തിലേക്ക് പോയത് ഒരു അതിക്രമം എന്ന് തന്നെ, അതായത് ഈ മോഷണ വസ്തു അല്ലെങ്കിൽ ഈ ആനക്കൊമ്പ് സൂക്ഷിച്ച സ്ഥലത്തേക്ക് അവർക്ക് പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് മോഷ്ടിക്കണമെങ്കിൽ അത് ആരുടെയും അനുമതിയോടുകൂടി ആവാൻ ഇടയിൽ. അതുകൊണ്ടാണ് അതിക്രമിച്ചു കയറി എന്ന ഒരു പരാമർശത്തിൽ ചേർത്തതെന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും അങ്ങനെ മിലിറ്ററി ക്യാമ്പിൽ അതിക്രമിച്ചു കയറി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ വേറെയാണ്. പക്ഷേ ഇത് സ്വാഭാവികമായി FIR ഉദ്ദേശിച്ചിരിക്കുക ഇത്തരത്തിൽ ആ ഭാഗത്തേക്ക് ആനക്കൊമ്പുകൾ സൂക്ഷിച്ച സ്ഥലത്തേക്ക് DJ പാർട്ടിക്ക് പോകേണ്ട ആവശ്യമില്ല, അതിലുള്ള സംഘത്തിലുള്ളവർക്ക് പോകേണ്ട ആവശ്യമില്ല. ആ ഭാഗത്തേക്ക് അവർ സ്വാഭാവിക അതിക്രമിച്ചു കയറി തന്നെയാണ്. മോഷണം എന്ന ലക്ഷ്യമുള്ളതുകൊണ്ട് തന്നെ അവർ അത് അതിക്രമിച്ചു തന്നെ കയറിയിരിക്കണം. ഏതെങ്കിലും ഒരു കയ്യിലൊതുങ്ങുന്ന സാധനമൊന്നും ആയിരിക്കില്ല ഈ ആനക്കൊമ്പ്. വലിയ വലിപ്പമുള്ള 2 ആനക്കൊമ്പുകൾ ആയിരിക്കണം. അതിന്റെ വലിപ്പവും മറ്റു വിവരങ്ങളും ഒക്കെ വൈകാതെ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരം ഒരു ആനക്കൊമ്പ് മോഷ്ടിക്കണമെങ്കിൽ സ്വാഭാവികമായും അത് അതിക്രമിച്ചു തന്നെ കയറിയെന്ന് FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഏതായാലും വളരെ ഗൌരവമുള്ള ഒരു സംഭവമാണ്. ഇത്രയധികം സുരക്ഷാ പ്രാധാന്യമുള്ള, സുരക്ഷാ ക്രമീകരണങ്ങളുള്ള, സുരക്ഷാ സന്നാഹങ്ങളുള്ള, തോക്കേന്തിയ സൈനികർ എപ്പോഴും കാവൽ നിൽക്കുന്ന ഒരു ക്യാമ്പ്, മിലിറ്ററി ക്യാമ്പ്, അവിടെ കടന്നു കയറി അത് മോഷ്ടിക്കാൻ ധൈര്യപ്പെട്ടവർ, അവർക്ക് ഇനി ഒരു കാര്യം അറിയേണ്ടത് അവരുടെ മാത്രം ലക്ഷ്യമാണോ, അല്ലെങ്കിൽ എത്ര ധൈര്യം കാട്ടിയവരാണോ, അല്ലെങ്കിൽ അകത്തുള്ള സഹായം കൂടി അവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യമാണ് അറിയേണ്ടത്. കാരണം അത്രയധികം ധൈര്യമുള്ള ആളുകൾക്ക് മാത്രമേ മിലിറ്ററി ക്യാമ്പിൽ കയറുന്ന അത്തരം ഒരു മോഷണം നടത്താൻ കഴിയൂ. ഈ സംഘത്തിലുള്ളവർക്ക് നേരത്തെ മോഷണ പശ്ചാത്തലമുണ്ടോ, അല്ലെങ്കിൽ ഈ പുരാവസ്തു അല്ലെങ്കിൽ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോവുകയോ ഉള്ള സ്ഥിരം സംഘങ്ങളുടെ ഭാഗമുള്ള ആരെങ്കിലും ഇതിലുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. വി അരുൺ വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു വൻ ആസൂത്രണം അതിൻ്റെ അകത്തുണ്ട്. കാരണം ഒരു മിലിറ്ററി ക്യാമ്പിലൊക്കെ കയറി ആനക്കൊമ്പ്, അതും 2 മോഷ്ടിച്ചുകൊണ്ടൊക്കെ പോകാനുള്ള ധൈര്യം, അത് ഏത് കൊടിയ കള്ളനാണെങ്കിൽ പോലും അത് സമ്മതിക്കണം. അമ്മാതിരി മോഷണമാണ് മിലിറ്ററി ക്യാമ്പിൽ നടത്തിയത്. തോക്കേന്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാവലുള്ള മിലിറ്ററി ക്യാമ്പിൽ നിന്നാണ് 2 ആനക്കൊമ്പ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നതാണ്. 2 കോടി രൂപയിലേറെ വില മതിക്കുന്നതാണ് എന്നാണ് വിവരം. എന്നാണ് DJ പാർട്ടിക്ക് അവിടെ എത്തിയ ജോലിക്കാരാണ് അതിന് പിന്നിൽ എന്നുള്ളതാണ് കരുതുന്നത്. എന്താണ് FIR ഇട്ടു. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും. അരുൺ തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും.
ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി രമേശ് ചെന്നിത്തലയെയും സഹ അധ്യക്ഷനായി ശശി തരൂരിനെയും ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തി. ഷാഫി പറമ്പിലാണ് ഈ സമിതിയുടെ കൺവീനർ. 7 പേരടങ്ങുന്ന പ്രചാരണ സമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ബെന്നി ബെഹനാനാണ് പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ. കൊടിക്കുന്നിൽ സുരേഷാണ് ഈ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് 20-ാം തീയതിക്ക് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. ഡാൻ കുര്യൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഡാൻ, രമേശ് ചെന്നിത്തലയ്ക്ക് ആ സമിതി നയിക്കാനുള്ള, പ്രചാരണ സമിതിയെ നയിക്കാനുള്ള നിയോഗം എത്തുന്നു. സ്വാഭാവികമായും അതിൽ ചില കാര്യങ്ങൾ ചേർത്ത് വായിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ആര് നേതൃത്വം നൽകുമെന്നുള്ള ചോദ്യമുണ്ടല്ലോ. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അപ്പോൾ പോലും എങ്ങനെയാണ് ഈ ഒരു ഹൈക്കമാൻഡ് നീക്കത്തെ കോൺഗ്രസ് അണികളെങ്കിലും നോക്കിക്കാണുന്നത്? നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയമുറപ്പാക്കുക, നേതൃത്വത്തിന് പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഭിന്നതകൾക്ക് അവസരമൊരുക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം രൂപം നൽകിയിരിക്കുന്നത്. നേരത്തെയും പ്രചാരണ സമിതികൾ ഉണ്ടാകാറുണ്ട്, അതിന് അധ്യക്ഷന്മാരുണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകതയാണ് എടുത്തു പറയേണ്ടുന്നത്. അതായത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി സ്ഥിരാംഗമായ ശശി തരൂർ തൊട്ട് താഴെ നിൽക്കുമ്പോൾ അതിന് മുകളിലായി രമേശ് ചെന്നിത്തലയെ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏറെക്കാലമായി നേതൃത്വവുമായി അസ്വാരസ്യങ്ങളെ തുടർന്ന് പരസ്യമായ പ്രതികരണങ്ങൾക്ക് വരെ തയ്യാറായിരുന്ന ശശി തരൂരിനെ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ഒരു ചുമതലയിലേക്ക് കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം തയ്യാറായിരിക്കുന്നു. രമേശ് ചെന്നിത്തലയും ശശി തരൂരും ഷാഫി പറമ്പിലുമാണ് പ്രധാനപ്പെട്ട ചുമതലയിൽ പ്രചാരണ സമിതിയിലുള്ളത്. ഷാഫി പറമ്പിലാണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ. അതോടൊപ്പമാണ് 7 പ്രധാനപ്പെട്ട നേതാക്കൾ, ഹൈബി ഈഡനും റോജി എം ജോണും CR മഹേഷും മാത്യു കുഴൽനാടനും രമ്യ ഹരിദാസും M ലിജുവും ദീപ്തി മേരി വർഗീസും ഉൾപ്പെടുന്ന 7 അംഗ സമിതി കൂടി ഈ കമ്മിറ്റിയുടെ പ്രചാരണ സമിതിയുടെ ഭാഗമായി അംഗങ്ങളായി അവർ കൂടി ഉൾപ്പെടുന്നത്. അതായത് നേതാക്കളെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോവുക ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട എന്നൊരു വലിയ ദൗത്യമാണ് നേതൃത്വം മുമ്പോട്ട് വെക്കുന്നത്. അതോടൊപ്പമാണ് പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാനായി ബെന്നി ബെഹനാനെയും സഹ ചെയർമാനായി കൊടിക്കുന്നിൽ സുരേഷിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഡീൻ കുര്യാക്കോസും JB മേത്തറുമാണ് മറ്റ് അംഗങ്ങൾ. അതായത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏറെക്കുറെ ആദ്യഘട്ട പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമിതിയെ നിയോഗിക്കുന്നതിലൂടെ കോൺഗ്രസ് എത്രമാത്രം ഗൗരവത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് ഉറപ്പിച്ച് പറയാം. അതായത് ദേശീയ നേതൃത്വത്തിനും കേരളത്തിലെ വിജയം അനിവാര്യമാണ്. കാരണം മറ്റ് സ്ഥലങ്ങളിലൊക്കെ കോട്ടം തട്ടി നിൽക്കുമ്പോൾ കേരളത്തിൽ ജയം ഉറപ്പാക്കേണ്ടത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിൻ്റെ വലിയൊരു കടന്നുവരവിന് അത് വഴിവെക്കും, അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വഴിവെക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് AICC പ്രതിനിധികൾ നേരിട്ട് കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്ന 20-ാം തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രചാരണ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി പ്രചാരണ സമിതി യോഗം ചേരും. അവിടെ രമേശ് ചെന്നിത്തലയെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ചുമതല കൈമാറുന്നതിലൂടെ വലിയ തരത്തിൽ, അതായത് കോൺഗ്രസിനെ ആര് നയിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് UDF ചെയർമാനായി ഇപ്പോൾ കേരള യാത്ര, പുതുയുഗ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ പ്രചാരണ സമിതിയെ നയിക്കാനായി രമേശ് ചെന്നിത്തലയെ നിയോഗിച്ചുകൊണ്ടുള്ള നിർണായകമായ തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതായത് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കൂട്ടായ നേതൃത്വമാകും കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്ന കൃത്യമായൊരു സന്ദേശം പ്രവർത്തകർക്കിടയിൽ നൽകിക്കൊണ്ടാണ് ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ശശി തരൂർ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുകയെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശശി തരൂരിന്റെ കാര്യത്തിലേക്ക് എത്താം. അതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി ചെയർമാൻ എന്നുള്ളതാണ് ആ പോസ്റ്റ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് നേതൃത്വം നൽകേണ്ട ആൾ എന്ന തരത്തിലാണല്ലോ അതിനെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അതായത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആൾ അത് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന സമിതിയാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ കോൺഗ്രസിൽ ആരായിരിക്കും നയിക്കേണ്ടത് എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം നിർണായകമാവുന്നതെന്ന് തോന്നുന്നു. ഈ
വി ഡി സതീശൻ്റെ അനുയായികളൊക്കെ അതിനെ എങ്ങനെയാക്കി നോക്കിക്കാണുക എന്നുള്ള ഒരു ചോദ്യം കൂടിയില്ലേ? നിലവിൽ തർക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസ്വാരസ്യങ്ങളിലേക്കോ കടന്നാൽ അത് മുന്നണിയുടെ ജയത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു പൊതു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾക്കും നേതാക്കളോ പ്രവർത്തകരോ ഒന്നും തയ്യാറായിട്ടില്ല. അതേസമയം നമുക്ക് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് UDFിൻ്റെ ചെയർമാൻ കൂടിയാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് അത്തരത്തിൽ അതിനൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ അത്തരത്തിലൊരു തെറ്റായി വ്യാഖ്യാനിക്കേണ്ട ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. UDF ചെയർമാനായാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ യാത്ര നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി ആരാകും, UDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ അത്തരം നീക്കങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പേര് ഉയർത്തി കാണിച്ചുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസ്. അത് കൃത്യമായി എല്ലാ നേതാക്കളോടും ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ കാര്യങ്ങൾ നേരിട്ട് തന്നെ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നില്ല. അത് രാഷ്ട്രീയമായി നേതൃത്വത്തിനിടയിൽ ഭിന്നതയുണ്ടാക്കാനായി ചിലർ നടത്തുന്ന നീക്കങ്ങൾ മാത്രമാണ് എന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാക്കളൊക്കെ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പേരിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത് എന്നതാണ് അവർ പറയുന്നത്. ബിഗ് ഫോർ എന്നൊരു നമ്പർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ഷോർട്ട് ഫോമിലാണ് ഈ നേതാക്കളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിന് ഈ ദേശീയ നേതൃത്വം പേര് നൽകിയിരിക്കുന്നത്. അവിടെയാണ് ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലും VD സതീശനും ഒക്കെ അടങ്ങുന്ന, അതായത് മുതിർന്നവരുടെ യുവാക്കളുടെ ഒരു ബ്ലെൻഡ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനായി മുമ്പോട്ട് വെക്കുന്നതിലൂടെ നേതാക്കൾക്കിടയിൽ സാധാരണയായി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളിലേക്കൊക്കെ വരുമ്പോൾ സാധാരണയായി ഉണ്ടാകാറുള്ള തർക്കങ്ങളുണ്ട്, അസ്വാരസ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് പരമാവധി അവസരം ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാവരെയും ഒറ്റക്കെട്ടായി കൂടെ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തന്ത്രം തന്നെയാണ് ഹൈക്കമാൻഡ് ഒരുക്കുന്നത്. അത് എത്ര കണ്ട് ഫലം ചെയ്യുമെന്നൊക്കെ ഇതിന് കാത്തിരുന്ന് കാണണം. സാധാരണയായി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനമൊക്കെ വരുമ്പോഴാണ് അസ്വാരസ്യങ്ങൾ മറ നീക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സജീവമായ ഇടപെടൽ ദേശീയ നേതൃത്വം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അത് 2 സിറ്റിംഗ് MLA-മാരുടെ പേര് ഒഴിവാക്കപ്പെടാനാണ് സാധ്യത എന്ന വിവരങ്ങളാണ് നേരത്തെ മുതൽ പുറത്തു വരുന്നത്. ഏറെക്കുറെ നേതൃത്വം സ്ഥിരീകരിക്കുന്നുകൊണ്ട് 20-ാം തീയതിയോടെ ഈ പട്ടിക പുറത്തു വന്നേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിന്റെ കാര്യം കൂടി ഇപ്പോൾ ദേശീയ നേതൃത്വവുമായി ഹൈക്കമാൻഡുമായി ഉള്ള ഉരസലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല പരസ്യ നിലപാടുകളുമൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഒരുപാട് തവണ. അപ്പോൾ ഈ തരൂരിനെ സംസ്ഥാനത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഭാഗവാക്കാക്കുക എന്നുള്ളത് അത് ബോധപൂർവമുള്ളൊരു നീക്കമായി കാണണ്ടേ? മാത്രമല്ല അവരുടെ ചോദ്യം ശശി തരൂർ അത്രമാത്രം സജീവമായി നിൽക്കുമോ എന്നുള്ളതാണ്. കേരളത്തിലെത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത്ര സജീവമായ ശശി തരൂർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം കൂടി സ്വാഭാവികമായും ഉയരില്ലേ? അതായത് മഹാപഞ്ചായത്തിൻ്റെ വേദിയിൽ എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ വേദിയിൽ വെച്ച് അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിടത്താണ് തരൂർ അമർഷം പരസ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അദ്ദേഹം പരസ്യ പ്രതികരണത്തിനൊന്നും തയ്യാറായില്ല എങ്കിലും കൃത്യമായി വായിച്ചെടുക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ നീരസം. അതിനുശേഷമാണ് ദേശീയ നേതൃത്വം അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷനും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും മണിക്കൂറുകളോളം അദ്ദേഹവുമായി ഉണ്ടായ തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു. പിന്നീടാണ് ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന ഉറപ്പ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷനും ശശി തരൂർ നൽകുന്നത്. അതിന് പിന്നാലെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു ചുമതല തരൂരിന് കൂടി കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. അതായത് തന്നെ ബോധപൂർവമായി അവഗണിക്കുന്നു ചില നേതാക്കൾ എന്ന ഒരു അമർഷമായിരുന്നു തരൂരെന്ന് അറിയിച്ചത്. അതുകൂടി ദേശീയ നേതൃത്വം കണക്കിലെടുത്തു എന്ന് വേണം പറയാൻ. മാത്രവുമല്ല തരൂരിനെ മുന്നിൽ നിർത്തിയാൽ യുവ വോട്ടർമാർക്കിടയിലും അതോടൊപ്പം ടെക്കികൾക്കിടയിലുമൊക്കെ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയും കോൺഗ്രസിന് എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടായിരുന്നു. അവർ ആ കാര്യം ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചതുമാണ്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്, അതായത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്കപ്പുറത്തേക്ക് മറ്റ് മേഖലകളിലെ വോട്ടുകൾ കൂടി സ്വന്തമാക്കിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയുന്ന ഒരാശയമാണ് തരൂർ ദേശീയ തലത്തിലും സംസ്ഥാനത്തുമൊക്കെ മുമ്പോട്ട് വെച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രസക്തി എത്രത്തോളമാണ് എന്ന് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാകണം ഇങ്ങനെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട
ഒരു ചുമതലയിലേക്ക് ശശി തരൂരിനെ കൂടി നേതൃത്വം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ ഇനി ശ്രദ്ധേയമായി വരും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒറ്റക്കെട്ടായ ഒരു നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് എന്നൊരു സന്ദേശം പ്രവർത്തകരിലേക്ക് കൈമാറാനായാൽ അത് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റത്തിന് വഴിവെക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളത് ഷാഫി പറമ്പിലാണ് ഈ സമിതിയുടെ കൺവീനർ എന്നുള്ളത് കൂടിയാണ്. എന്താണെങ്കിലും ഈ സാമുദായിക, മഹിളാ, യുവജന സംഘടനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതി രൂപീകരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ. എന്താണെങ്കിലും രമേശ് ചെന്നിത്തല ഈ പ്രചാരണ സമിതിയെ നയിക്കും. ഉപ ക്യാപ്റ്റൻ അല്ലെങ്കിൽ രണ്ടാമനതിൽ ശശി തരൂരാണ് എന്നുള്ളതാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നത്. ബംഗ്ലാദേശിൽ BNP അധികാരത്തിലേക്ക് കേവല ഭൂരിപക്ഷം മറികടന്നു. 211 സീറ്റുകളിൽ BNP വിജയിച്ചു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും. ജമാഅത്തെ ഇസ്ലാമിക്ക് അതേസമയം വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 68 സീറ്റുകളിലാണ് നിലവിൽ വിജയം. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ യുവജന നേതാക്കളുടെ പാർട്ടിയായ നാഷണൽ സിറ്റിസൺ പാർട്ടി അവർ മത്സരിച്ച 30 സീറ്റുകളിൽ വെറും 5 ഇടങ്ങളിൽ മാത്രമാണ് വിജയിച്ചത് എന്നുള്ള വിവരവും പ്രാദേശിക ചാനലുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായുള്ള ഹിതപരിശോധനയിൽ 72.9% ആളുകൾ അനുകൂലമായി വോട്ട് ചെയ്തുവെന്നാണ് പ്രാഥമിക കണക്കുകൾ. KP അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഈ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് ഈ പറയുന്നത് പോലെ പ്രതീക്ഷിതമായിരുന്നു? എൽദോ, പൊതുവിൽ നടന്നിട്ടുള്ള ഹിതപരിശോധന, ലോക രാഷ്ട്രങ്ങളുടെ നിരീക്ഷണം, പല ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ അത് ശരി എന്ന് പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് BNP തന്നെയായിരിക്കും ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലേറാൻ പോകുന്നത് എന്ന ഒരു പൊതു നിരീക്ഷണം ഉണ്ടായിരുന്നു. 300 സീറ്റുകൾ ഉള്ള ബംഗ്ലാദേശിൽ 299 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഒരു സീറ്റിൽ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഭരണം ഉറപ്പിക്കുന്നത്. ബംഗ്ലാദേശിലെ ഏറ്റവും വിശ്വസനീയമായ ടെലിവിഷൻ ചാനലായിട്ടുള്ള ജമുന റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഇപ്പോൾ 211 സീറ്റുകളിൽ BNP മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പല സീറ്റുകളിലും വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രധാന എതിരാളിയായിരുന്ന ജമാഅത്തെ ഇസ്ലാമി പാർട്ടിക്ക് ഏതാണ്ട് 78 സീറ്റുകളിൽ ആണ് മുന്നിട്ട് നിൽക്കാനും വിജയിക്കാനും സാധിച്ചിട്ടുള്ളത്. ഒപ്പം നാഷണൽ സിറ്റിസൺസ് പാർട്ടിക്ക് 5 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതാണ്. എന്തായാലും BNPയുടെ അതിശക്തമായ ഒരു തിരിച്ചുവരവാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഖാലിദാസിയുടെ മരണത്തിന് ശേഷം BNPയെ നയിക്കുന്ന താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകും എന്നത് ഉറപ്പിക്കുകയാണ്. അതേസമയം അവാമി ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിനെ വിലക്കിയിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം ആണ് അവാമി ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. ഷെയ്ഖ് ഹസീന നാട് കടത്തപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആവശ്യം അവാമി ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. 12.7 കോടി വോട്ടർമാർ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ 69%, 60.69% പോളിംഗ് രേഖപ്പെടുത്തി എന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ. ഇത് തെറ്റാണ് എന്നാണ് അവാമി ലീഗ് അവകാശപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ നിരവധിയായ വാഗ്ദാനങ്ങൾ ആയിരുന്നു BNP മുന്നോട്ട് വെച്ചത്. അതിൽ സ്ത്രീകൾക്ക് കൃത്യമായ വരുമാനം, അതോടൊപ്പം തന്നെ തൊഴിൽ രഹിതർക്ക് കൂടുതൽ സുരക്ഷിതമായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കും. അതോടൊപ്പം നദീജല കരാർ പോലെ ബംഗ്ലാദേശ് അഭിമുഖീകരിക്കുന്ന രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾക്ക് ശാശ്വതമായ പരിഹാരം, ഇതായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചത്. എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ മതപരമായ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും മതപരമായ ഒരു രാഷ്ട്രമാക്കി ബംഗ്ലാദേശിനെ മാറ്റുകയും ചെയ്യും എന്ന തരത്തിലുള്ള പ്രചാരണം ആയിരുന്നു നടത്തിയിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ പ്രചാരണങ്ങൾ അത്ര കണ്ട് വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും നേരത്തെ വിലക്കപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്നതാണ് എടുത്തു പറയേണ്ടത്. 1971 ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകൃതമായത് മുതൽ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ പോലും ചോദ്യം ചെയ്തിരുന്ന ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ജൻസി പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതായിരുന്നു പൊതുവിൽ നിരീക്ഷിക്കപ്പെട്ടിരുന്നത്. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ശക്തമായൊരു മുന്നേറ്റം നടത്തും എന്ന നിരീക്ഷണമുണ്ടായിരുന്നു. അതാണിപ്പോൾ 70 സീറ്റുകൾക്ക് മുകളിലേക്ക് എന്ന നിലയിൽ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ വിജയിച്ചു കയറുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അതിൽ തന്നെ ഷിഫിക്കർ റഹ്മാൻ, അദ്ദേഹം തുടരണം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ടെലിഫോൺ ലൈനുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇപ്പോൾ താരിഖ് റഹ്മാൻ
എത്തുകയാണെങ്കിൽ BNP അധികാരത്തിലെത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് എങ്ങനെ കാണണം? ഇന്ത്യ ബംഗ്ലാദേശ് ആ ഒരു ബന്ധം എങ്ങനെയാകും? ഇന്ത്യ വിരുദ്ധതയിൽ അടിയുറച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ബംഗ്ലാദേശിൽ കണ്ടത്. അത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആണെങ്കിലും അതായത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും എല്ലാം തന്നെ ഇന്ത്യ വിരുദ്ധത പ്രചരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇനമായി അവർ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇപ്പോൾ താരതമ്യേന നിർദോഷമെന്ന് തോന്നാവുന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയാണ്. കാരണം മുൻപും അവർ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. ബീഗം ഖലിദ സിയ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ കാലത്തുണ്ടായിരുന്ന രീതിയിലുള്ള ഊഷ്മളമായ ബന്ധം ഉണ്ടായിരുന്നില്ല എന്നത് അംഗീകരിക്കാം. അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മതരാഷ്ട്രം കെട്ടിപ്പടുക്കാനായി ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുൻകാലങ്ങളേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. പലപ്പോഴും അവർ നിരോധിത സംഘടനയായിരുന്നു. ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുമായി ചേർന്ന് മത്സരിച്ചിട്ട് പോലും ഏതാണ്ട് 67-68 സീറ്റുകളിലാണ് 300 അംഗ പാർലമെന്റിൽ 350 അംഗ പാർലമെന്റിൽ 300 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏതാണ്ട് 70-ൽ താഴെ മാത്രമാണ് ആ ഒരു മുന്നണിയുടെ 11 സഖ്യകക്ഷികളുള്ള മുന്നണിയുടെ യഥാർത്ഥത്തിലെ ഫലം. അതിനർത്ഥം 3-2 ഭൂരിപക്ഷത്തിന് 200-ലധികം സീറ്റുകളോടുകൂടി കൃത്യമായ ഭൂരിപക്ഷത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്നു. താരിഖ് റഹ്മാൻ, അതായത് ബംഗ്ലാദേശിന്റെ മുൻ പ്രസിഡന്റ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ മകൻ, അതായത് ബീഗം ഖാലിദ സിയയുടെ മകൻ, ഇപ്പോൾ അധികാരത്തിലെത്തുന്നു. 17 വർഷം പ്രവാസത്തിലായിരുന്ന, ലണ്ടനിൽ പ്രവാസത്തിലായിരുന്ന താരിഖ് റഹ്മാൻ തിരിച്ചു വന്നു. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ കോടതി ഒഴിവാക്കുന്നു. അതുകൊണ്ട് കൃത്യമായി താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായി എങ്ങനെ ബന്ധപ്പെടും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ വിവരം കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിക്കുകയും അതുപോലെ മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. താരിഖ് റഹ്മാനെ അഭിനന്ദിച്ചുകൊണ്ടും ഇനി ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും. അത് മാത്രമല്ല, ഷെയ്ഖ് ഹസീന ഖാലിദ സിയ അന്തരിച്ചപ്പോൾ കഴിഞ്ഞ മാസം ജനുവരിയിൽ ഇന്ത്യ വിദേശകാര്യമന്ത്രി ജയശങ്കറെ അയച്ചുകൊണ്ടാണ് ശവസംസ്കാര ചടങ്ങിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പിച്ചത്. അതുകൊണ്ട് ഇന്ത്യ പൂർണ്ണമായി ഈ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശ്രീലങ്കയിലും സമാനമായ സാഹചര്യം ഉണ്ടായി. ശ്രീലങ്കയിലെ ഭരണമാറ്റം ഉണ്ടായപ്പോൾ, ഒരു തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള ഒരു ഭരണകൂടം ഉണ്ടായപ്പോൾ അവരുമായി എങ്ങനെ ഇടപെടും എന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ നയതന്ത്ര തലത്തിൽ വിഷയം പരിഹരിക്കുകയും ശ്രീലങ്കയുമായുള്ള ചരിത്രപരമായ ബന്ധം തുടരാൻ കഴിയുകയും ചെയ്തു എന്നത് ഒരു മാതൃകയാക്കി എടുത്താൽ ബംഗ്ലാദേശുമായി തീർച്ചയായും ആ ഒരു ഇന്ത്യ ബംഗ്ലാദേശ് പുക്കൽക്കുടി ബന്ധം എക്കാലത്തും ദൃഢമായിരുന്നു. ഈ അടുത്ത സമയത്താണ്, ഈ കഴിഞ്ഞ 18 മാസം ഈ ഇടക്കാല സർക്കാരിന്റെ സമയത്താണ് ആ ബന്ധം കാര്യമായി ഉലഞ്ഞത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയപ്പോൾ ആ ഇടക്കാല സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കോടതി നടപടികളിലൂടെ തന്നെ ഇന്ത്യയിൽ നിന്നും ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം എന്ന ഒരു തീരുമാനം എടുക്കുന്നു ബംഗ്ലാദേശ്. അത് തീർച്ചയായും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെ വ്യാപകമായി വലിക്കും. ആ വിഷയം തുടർന്നും നിലനിൽക്കാനുള്ള സാധ്യത കാണുന്നു. ആ വിഷയത്തെ എങ്ങനെയാണ് പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കാൻ സാധ്യതയുള്ള താരിഖ് റഹ്മാൻ ആ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അവാമി ലീഗ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതയുള്ള പാർട്ടിയല്ല, അവർ മത്സരിച്ചിട്ടുമില്ല. അതുകൊണ്ട് പോളിംഗ് ശതമാനം കേവലം 60% എത്തി നിന്നു. അത് എത്രത്തോളം നീതിപൂർവമായിരുന്നു എന്ന തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഷെയ്ഖ് ഹസീന ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് ഇന്ത്യയിൽ നിന്നും വരുന്ന കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഷെയ്ഖ് ഹസീന പരമാവധി മൗനം പാലിക്കുക എന്ന നിലപാടാവും ഏറ്റവും ഉചിതം. അതുകൊണ്ട് ബംഗ്ലാദേശ് രാഷ്ട്രീയം അതിന്റെ വഴിക്ക് പോകട്ടെ. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതൃത്വവുമായി അടുത്ത് ഇടപെട്ടുകൊണ്ട് മുൻകാല ബന്ധം അതുപോലെ സൂക്ഷിക്കാം എന്നാണ് ഇന്ത്യ കരുതുന്നത്. അതൊരു വശം. 2, ബംഗ്ലാദേശിന്റെ വിദേശ നയത്തിൽ അടുത്ത കാലത്ത് വന്ന വ്യാപകമായ മാറ്റം അത് ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഇന്ത്യ അമേരിക്ക ഡീൽ യാഥാർത്ഥ്യമാകുന്നു എന്ന വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ വളരെ ഗോപ്യമായ രീതിയിൽ, രഹസ്യമായ രീതിയിൽ അമേരിക്ക ബംഗ്ലാദേശ് ഡീൽ ഉണ്ടാവുകയാണ്. അത് പരുത്തി ഉൽപ്പന്നങ്ങൾക്കുൾപ്പെടെ, ടെക്സ്റ്റൈൽസിനുൾപ്പെടെ 0 ടാരിഫ് എന്ന നിലയിൽ ബംഗ്ലാദേശിനെ ചേർത്ത് പിടിക്കുന്ന അമേരിക്കയെ ഇവിടെ കാണുന്നു. അതുകൊണ്ട് അമേരിക്ക ബംഗ്ലാദേശ് ബന്ധം വളരെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുമ്പോൾ അമേരിക്ക ഒരുതരം ബാർഗെയിനിങ് ഗെയിം കളിക്കുകയാണോ എന്നൊരു സംശയം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശ് അതിശക്തമായ സൈനിക രാജ്യമൊന്നുമല്ല, സൈനികമായ ഒരു ത്രെട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ ആത്യന്തികമായി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയുടെ സുരക്ഷയും
ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ ഓരോ ചെറു ചലനവും തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്കൊരു കാര്യം കൂടി ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് ഈ ഒരു സർക്കാരിനെ താഴെയിറക്കാൻ പാകത്തിനുള്ള ഒരു വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ യുവജനങ്ങൾ, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നാട് വിടേണ്ട സാഹചര്യം ഉണ്ടാക്കിയ നാഷണൽ സിറ്റിസൺ പാർട്ടി, അവരുടെ പിന്തുണ ഉണ്ടായിട്ടും അല്ലെങ്കിൽ അവരും ഒപ്പം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കാര്യമായി പ്രഭാവം പുലർത്താൻ അവിടെ ജമാഅത്തിന് കഴിയാതെ പോയത്? അവർക്കും വെറും ഏതാണ്ട് 5 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് ആ യുവജനങ്ങളുടെ രാഷ്ട്രീയ സംഘടന. എന്താണ് അതിന്റെ കാരണം? ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെ ഉണ്ടായ പ്രക്ഷോഭത്തെ പൊതുവെ ജെൻസി പ്രക്ഷോഭം എന്ന നിലയിലാണ് കണ്ടത്. അതായത് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള യുവാക്കന്മാരാണ് പൊതുവെ തെരുവിലിറങ്ങിയത്. അതൊരു സ്വാഭാവികമായി തുടങ്ങിയ ഒരു കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ അണികൾ ആ പ്രക്ഷോഭത്തോടൊപ്പം ചേർന്നപ്പോഴാണ് വലിയ ഒരു സ്ഫോടനമായി വളർന്നതും ഭരണമാറ്റം ഉണ്ടായതുമൊക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും പുതിയതായി രൂപീകരിച്ച ഈ ജെൻസി പ്രക്ഷോഭകർ ഉൾപ്പെടെ ചേർന്ന് പുതിയതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൺസ് പാർട്ടി, ആ പാർട്ടിയും ചേർന്നുകൊണ്ട് ഒരുപക്ഷെ ഭരണത്തിൽ തന്നെ എത്തിപ്പെടാം എന്ന രീതിയിലാണ് പ്രചരണം ഉണ്ടായിരുന്നത്. പക്ഷേ സംഘടനാ സംവിധാനം അത്ര ശക്തമായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ശക്തമായ കേഡർ സംവിധാനമുണ്ട്, പക്ഷേ എണ്ണം വളരെ കുറവാണ്. മുൻകാലങ്ങളിൽ പലപ്പോഴും മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടുമില്ല ജമാഅത്തെ ഇസ്ലാമിക്ക്. അതേസമയം കൃത്യമായ സംഘടനാ സംവിധാനമുള്ള മുഖ്യ പ്രതിപക്ഷമായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തെ മുഖ്യ പ്രതിപക്ഷമായിരുന്നു ബീഗം ഖാലിദ സിയ നയിച്ച ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. അത് മാത്രമല്ല പല ആവർത്തി നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഭരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശ് ജനതയെ സംബന്ധിച്ചിടത്തോളം എ നോൺ ഡെവിൾ ഈസ് ബെറ്റർ ദാൻ ആൻ അൺനോൺ ഏഞ്ചൽ എന്ന രീതിയിലായിരിക്കണം ഒരുപക്ഷെ അവർ പ്രതികരിച്ചത്. അതുകൊണ്ട് മുൻകാല ട്രാക്ക് റെക്കോർഡ് ഒരു വലിയ ഭാഗം തന്നെയാണ്. കൃത്യമായ പ്രകടന പത്രിക ഉണ്ടായിരുന്നു. ഒരു മതരാഷ്ട്രവാദം മാത്രമാണ് മുന്നോട്ടും മതവുമായി ബന്ധപ്പെട്ട കാര്യം, വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ഒക്കെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും നാഷണൽ സിറ്റിസൺസ് പാർട്ടിയും മുന്നോട്ട് കൊണ്ടുവന്നത്. അത് ജനങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചില്ല. അവർ തീർത്തും നിറം മങ്ങി എന്ന് പറയാനാവില്ല. ഒരു 67ഓളം സീറ്റുകൾ ജമാഅത്തെ ഇസ്ലാമിക്കും 5 സീറ്റുകൾ നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ 300 പാർലമെന്റിൽ ഒരു 70-ൽ പരം സീറ്റുകൾ മാത്രമാണ് വിശാലമായ കോയലീഷൻ 11 കോയലീഷൻ ലഭിച്ചത്. അതുകൊണ്ട് ജനം അവരുടെ ക്ലെയിംസ് അംഗീകരിച്ചില്ല എന്ന് വേണം കരുതാൻ. നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു അനോമിക് ഫിനോമിനൻ മാത്രമാണ്, താൽക്കാലികമായി ഉണ്ടായി വന്ന ഒരു ഫിനോമിനൻ മാത്രം, ഒരു പ്രതിഭാസം മാത്രമാണ്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഒരു കടന്നുവരവിനെ ദ്യോതിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഉണ്ടായ ഒരു തൽക്കാലത്തെ പ്രതിഭാസം മാത്രമാണ്. കുറച്ചു കാലമൊക്കെ നിലനിൽക്കാൻ കഴിയുമെന്ന നിലയിൽ തന്നെയാണ്. പക്ഷെ അത് ഫിസിൽ ഔട്ട് ചെയ്ത് പോകാനാണ് സാധ്യത. അതേസമയം ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ റെസിസ്റ്റൻസിലേക്ക് നീങ്ങാൻ ഉള്ള സാധ്യത കാണുന്നു. കാരണം പുതിയതായി ഭരണകൂടത്തിൽ എത്തുന്ന ഒരു പ്രധാനമന്ത്രിക്ക് മുന്നോട്ടുള്ള പോക്ക് അത്ര സുഗമമാകുമെന്ന ചിന്തയൊന്നുമില്ല. കാരണം തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ചിന്തയുള്ള ജമാഅത്തെ ഇസ്ലാമി ഭരണകൂടത്തിനെ ശക്തമായ വെല്ലുവിളി സൃഷ്ടിക്കും. ഇന്ത്യയുമായി അടുക്കാനുള്ള ഓരോ ശ്രമത്തിനുമെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഡറിന്റെ ഭാഗത്തുനിന്ന്, നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, പാർലമെന്റിനുള്ളിലും പുറത്തു നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടാകുമെന്ന കാര്യത്തിൽ അവിടെ നിശ്ചയമാണ്. റൈറ്റ് ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് പ്രതികരിച്ചതെന്നാണെങ്കിലും ബംഗ്ലാദേശിൽ BNPയുടെ തിളക്കമാണ് എന്ന് പറയാതെ വയ്യ. BNP അധികാരത്തിലേക്ക് വരുന്നു, കേവലം ഭൂരിപക്ഷം അനായാസം കടന്നു എന്നാണ്, മറികടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. താരിഖ് റഹ്മാനായിരിക്കും പുതിയ പ്രധാനമന്ത്രി. നമുക്ക് തിരികെ എത്താം. പാർലമെന്റിലെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ രാഗേഷ് നൽകും. ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. MP-മാരുടെ സസ്പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള നീക്കം അടുത്ത ഘട്ടത്തിൽ സജീവമാക്കാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ ഇന്ന് അവസാന ദിനം എന്ത് പ്രതീക്ഷിക്കുന്നത്? ഇനി മാത്രമല്ല, ഈ ലോക്സഭാ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസം, അതിനുള്ള ഒരു മറുപടി എന്നോണമാണോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തന്നെ ലക്ഷ്യമിടുന്നത് ഭരണപക്ഷം? എൽദോ, ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് കൂടുതൽ ശക്തമാവുകയാണ്. സാധാരണ നിലയിൽ സമ്മേളനങ്ങളുടെ ആദ്യ നാളുകളിലൊക്കെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും അയ്യുന്ന നിലപാടിലേക്ക്, അല്ലെങ്കിൽ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പതിവുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സാഹചര്യം.
പ്രതിപക്ഷം സർക്കാരിനെതിരെ മൂർച്ച കൂട്ടുന്നു, ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷത്തിനെതിരെ മറ്റ് ആയുധങ്ങൾ കണ്ടെത്തുന്നു. ഈ നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ഉയർത്തിയത്. പ്രതിപക്ഷം സഭ സമ്മേളിച്ച ഉടൻ തന്നെ നടുത്തളത്തിൽ ഇറങ്ങുകയായിരുന്നു. ഏതായാലും ഇന്നും സമാനമായ രംഗങ്ങൾക്ക് തന്നെയായിരിക്കും ലോക്സഭ സാക്ഷ്യം വഹിക്കുക. ഏതായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തൊരു നീക്കം നടന്നത്. അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കണം, ആജീവനാന്തം തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണം എന്ന ആവശ്യം, ഒരു നോട്ടീസാണ് BJP അംഗം നിഷികാന്ത് ദുബെ നൽകിയത്. അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണമായി ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി വിദേശ ശക്തികളിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റുന്നതടക്കം ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അക്കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടിരുന്നത്. അതിനു പിന്നാലെ ഒരു വീഡിയോ സന്ദേശം രാഹുൽ ഗാന്ധി പുറത്തിറക്കുകയും ചെയ്തു. അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് കർഷകർക്ക് എതിരാണ്, കർഷകരുടെ താല്പര്യങ്ങൾക്കെതിരാണ്, അത് ഇനിയും ഉയർത്തും, അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല എന്ന പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനു മറുപടിയുമായി ഇപ്പോൾ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളാണ്. മാത്രവുമല്ല രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അത്തരം ചിന്തയൊന്നുമില്ല എന്ന വിമർശനം കൂടി പീയൂഷ് ഗോയലും ഉന്നയിക്കുന്നു. അങ്ങനെ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് മുറുകുകയാണ്. ഏതായാലും ബജറ്റ് സമ്മേളനത്തിന് ആദ്യഘട്ടം ഇന്ന് അവസാനിക്കുന്നു. പക്ഷേ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഇതിന് തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ചർച്ചയാകും. ഒന്ന്, സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. അതിൽ തന്നെ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ സ്വാഭാവികമായ ഒരു തീരുമാനം രണ്ടാം ഘട്ടത്തിന് ആദ്യ ദിനം അത് പരിഗണിക്കെടുക്കുമ്പോൾ അത് തീരുമാനമുണ്ടാകും. ഏതായാലും ഇപ്പോൾ നിലവിൽ സഭ നിയന്ത്രിക്കാനില്ല എന്ന നിലപാടിലാണ് ഓം ബിർളയുള്ളത്. കാരണം നിലവിൽ നോട്ടീസ് നൽകി കഴിഞ്ഞു. അപ്പോൾ അതൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന നിലപാടിൽ അദ്ദേഹം നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിക്കെതിരെ എങ്ങനെ ഭരണപക്ഷം നീക്കം നടത്തുന്നു എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിഷികാന്ത് ദുബെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിലൊരു തുടർ നടപടിയിലേക്ക് സ്വാഭാവികമായും ഭരണപക്ഷം കടന്നേക്കും. അങ്ങനെയെങ്കിൽ സഭ വീണ്ടും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഏതായാലും 9-ാം തീയതി മുതൽ മാർച്ച് 9 മുതൽ ഏപ്രിൽ 2-ാം തീയതി വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. എൽദോ, ശരി. കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റം തൽക്കാലം ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് അടുത്ത വാർത്ത. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകയിൽ അസ്ഥിരത ഉണ്ടാകുന്നത് ഗുണം ചെയ്യില്ല എന്ന നിലപാടാണ് നേതൃത്വത്തിന്. രാകേഷ് തന്നെ അതിൻ്റെ വിവരങ്ങൾ നൽകും. രാകേഷ്, ഈ DK ശിവകുമാറിനപ്പോൾ കാത്തിരിപ്പ് ഒരുപാട് നീളുമോ? അതേ എൽദോ, കാത്തിരിപ്പ് നീളും. കാരണം കഴിഞ്ഞ 3 വർഷമായി തുടരുന്നതാണ്, അല്ലെങ്കിൽ DK ശിവകുമാറിന്റെ ആഗ്രഹമാണ് കർണാടക മുഖ്യമന്ത്രിയാകുക എന്നുള്ളത്. അതായതായാലും അതിപ്പോഴും തൽക്കാലം ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം 2.5 വർഷത്തൊരു കരാർ ഉണ്ടായിരുന്നു എന്നാണ് DK ക്യാമ്പ് പലപ്പോഴായി അവകാശപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കരാർ ഉണ്ടെങ്കിൽ ആ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞ നവംബർ മാസത്തിൽ പൂർത്തിയായതാണ്. പക്ഷേ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയിട്ടില്ല. മാറ്റേണ്ട ഹൈക്കമാൻഡ് ആകട്ടെ നിലപാട് ഇതുവരെ കൈക്കൊണ്ടിട്ടുമില്ല. സിദ്ധരാമയ്യ പലപ്പോഴായി ആവർത്തിച്ച നിലപാട് ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കുന്നു അത് തന്നെ അംഗീകരിക്കും എന്ന നിലപാട് അദ്ദേഹം പറഞ്ഞിരുന്നു. DK ക്യാമ്പ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഡൽഹിയിൽ നിർണായക ചർച്ചകൾ നടക്കാനിരിക്കുന്നു, ആ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ്. ഏതായാലും DK ശിവകുമാർ കഴിഞ്ഞ 2 ദിവസവും ഡൽഹിയിലുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, ഖർഗെ, ഒപ്പം തന്നെ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി തുടങ്ങിയവരുമൊക്കെ തന്നെയായി ചർച്ച നടത്തി. പക്ഷേ അതിനുശേഷം നിലവിലെ സംഘടനാ വിഷയങ്ങൾ അല്ലെങ്കിൽ നേതൃമാറ്റം ചർച്ച ചെയ്തില്ല എന്നാണ് അദ്ദേഹം പുറത്തു പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാട് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും DK ശിവകുമാറിനോട് അനുകൂല നിലപാടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതിൽ തന്നെ കേരളത്തിൽ തിരിച്ചുവരവിനുള്ള എല്ലാ ശ്രമവും കോൺഗ്രസ് നടത്തുന്നുണ്ട്. അസമിലും 10 വർഷമായി ഭരണത്തിന് പുറത്താണ്, അവിടെയും കോൺഗ്രസ് തിരിച്ചു വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്കൊരു മുന്നേറ്റം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കൂ. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കർണാടകത്തിലൊരു പ്രശ്നമുണ്ടാക്കുന്നത്, അസ്ഥിരത ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം മാറേണ്ടതില്ല, സിദ്ധരാമയ്യ മാറണമെന്ന നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് പ്രഖ്യാപിക്കാൻ രാഹുൽ ഗാന്ധി അയക്കില്ല. മാത്രവുമല്ല പാർട്ടിയുടെ ഒരു OBC മുഖമാണ് സിദ്ധരാമയ്യ. അത്തരത്തിൽ ജനകീയനായ നേതാവിനെ മാറ്റുമ്പോൾ കർണാടകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക പോലും ഏതായാലും ഹൈക്കമാൻഡിനുണ്ട്. പ്രത്യേകിച്ച് MLA മാർ 140 പേരുടെ പിന്തുണയുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. അതിൽ തന്നെ ഭൂരിപക്ഷം പേരും സിദ്ധരാമയ്യയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ ഒരു സാഹചര്യം എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ തൽക്കാലം സിദ്ധരാമയ്യ മാറണമെന്ന നിലപാടിലേക്ക് ഏതായാലും ഹൈക്കമാൻഡ് അത്തരമൊരു നിലപാട് പറയാൻ സാധ്യതയില്ല.
ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുക. കർണാടകയിൽ തൽക്കാല നേതൃമാറ്റം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സിദ്ധരാമയ്യ തുടരും. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. നമുക്ക് ഫ്രാൻസുമായുള്ള ഒരു വലിയ കരാറിന്റെ വിവരങ്ങൾ നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി പരിവർത്തിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ മുൻകാല വിപ്ലവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മാറ്റത്തിൻ്റെ വേഗത പ്രവചനാതീതമാണ്. വെറും 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 99% ജോലികളും AI കൈക്കലാക്കുമെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ലൂയിസ്വിൽ സർവകലാശാലയിലെ പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും AI സുരക്ഷാ വിദഗ്ധനുമായ ഡോക്ടർ റോമൻ യാംപോൾസ്കി നൽകുന്നത്. ഈ മുന്നറിയിപ്പ് കേവലം ഒരു ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് 100-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വിദഗ്ധന്റെ നിരീക്ഷണമാണ് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്റ്റീവൻ ബാൾടെസ്റ്റിന്റെ പ്രശസ്തമായ ദി ഡയറി ഓഫ് എ CEO എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് യാംപോൾസ്കി ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 2027ഓടെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ AGI യാഥാർത്ഥ്യമാകും. നിലവിലുള്ള AI സംവിധാനങ്ങൾ ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ AGI എന്നത് മനുഷ്യന്റെ തലച്ചോറിന് ചെയ്യാൻ കഴിയുന്ന ഫ്രാൻസുമായി ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിരോധ കരാർ ഒപ്പിടാനൊരുങ്ങി ഇന്ത്യ. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങളും നാവികസേനയ്ക്കായി 6 P-8A പെട്രോളിംഗ് വിമാനങ്ങളും വാങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിനുള്ള അനുമതി നൽകി. KP അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, ചരിത്രത്തിൽ തന്നെ എത്രയും വലിയൊരു കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ അതിന് പിന്നിൽ ചില കാരണങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ. ഈ നമ്മളുടെ സ്ക്വാഡ്രനുകളുടെ എണ്ണം കുറവാണ്, അതായത് അനുവദനീയ എണ്ണത്തിൽ കുറവാണ് എന്നത് ശരി തന്നെ. പക്ഷേ അപ്പോഴും ഈ സമീപകാലത്ത് ഉടലെടുത്ത കുറേ രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതിന് പ്രേരകമല്ലേ? തീർച്ചയായും എന്തൊക്കെയാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള കരാറിൻ്റെ ഉള്ളടക്കം എന്നത് ഇപ്പോൾ കഴിഞ്ഞ വാർത്തകളിൽ അടക്കം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാറിലേക്ക് ഏർപ്പെടുന്നത് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടെയാണ് എൽദോ സൂചിപ്പിച്ചതുപോലെ മാറുന്ന ലോകക്രമം എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആകാശപാതകൾക്ക് സുരക്ഷയൊരുക്കിയിരുന്ന ജാഗ്വാർ, സുഖോയ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് പോലെയുള്ള വിമാനങ്ങൾ ഇപ്പോൾ തന്നെ പട്ടികയിലുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മിഗ് വിമാനങ്ങൾ തങ്ങളുടെ സേവനം അവസാനിപ്പിച്ചു എന്നതാണ്. അവിടെയാണ് കരുത്തുറ്റ വിമാനം ആയിട്ടുള്ള റഫേലിൻ്റെ ശേഷി ഇന്ത്യ വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ 36 റഫേൽ വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത് എങ്കിൽ അതിലേക്കാണ് 114 വിമാനങ്ങൾ കൂടി കടന്നു വരുന്നത്. അത് അയൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കുണ്ടാകുന്ന ഭീഷണി തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത് എൽദോ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈനയിൽ നിന്ന് നിരന്തരമായി ഇന്ത്യക്ക് ഭീഷണി ഉയരുന്ന സാഹചര്യമുണ്ട്. 2020 ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ള ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രകോപനമടക്കം ഇപ്പോഴും പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള MN നരവനെയുടെ പുസ്തകത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ആണ്. ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചൈനീസ് സേന അതിക്രമം നടത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തലടക്കം ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇന്ത്യക്ക് വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത് ചൈന തന്നെയാണ്. അപ്പോൾ ചൈന പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ ആക്രമണത്തെ തടയുവാൻ കൂടി ശേഷിയുള്ള വിമാനങ്ങളും അതോടൊപ്പം തന്നെ അത്തരം മിസൈലുകൾ അടക്കം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിമാനങ്ങൾ ആണ് റഫേൽ എന്നതാണ്. അതായത് ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈലുകൾ ആണ് റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് എയർ ടു എയർ മാത്രമല്ല എയർ ടു ഗ്രൗണ്ട് എന്ന നിലയിലും പ്രയോഗിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കരാറിന് മുൻതൂക്കം നൽകുന്നത്. മറ്റൊന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയുമായി തർക്കത്തിലേർപ്പെടുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നത് തന്നെയാണ് നേരത്തെ പഹൽഗാമിനുണ്ടായ ഭീകരാക്രമണം, അതിനുശേഷം ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ മറുപടി. ഇതിനുശേഷം ഭീകര കേന്ദ്രങ്ങൾ കൂടുതൽ കരുത്താർജിക്കുവാനുള്ള ശ്രമം പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് മാത്രവുമല്ല പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഇന്ത്യയുമായി വലിയ തോതിലുള്ള തർക്കം തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. മറ്റൊന്ന് ബംഗ്ലാദേശിൽ അല്പസമയം മുമ്പ് നമ്മൾ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അവിടെ നേരത്തെ ഷെയ്ഖ് ഹസീന അധികാരത്തിലിരിക്കുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം ആയിരിക്കില്ല ഇനി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് തിരികെ ആവശ്യപ്പെട്ടിട്ടുള്ള പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഇടക്കാല സർക്കാരാണ് നിലവിൽ ഉള്ളത് എങ്കിൽ അവിടെ ഒരു സുസ്ഥിര സർക്കാർ വരികയും ഇന്ത്യയുമായി അകൽച്ച തുടരുകയും ചെയ്യുകയാണെങ്കിൽ ആ ഭീഷണിയെ നമുക്ക്
നമുക്ക് തള്ളിക്കളയാനാവില്ല. മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനാണ്. താലിബാൻ ഭരണകൂടമാണ് അഫ്ഗാനിസ്ഥാനിൽ ഉള്ളത് എങ്കിൽ പോലും താലിബാൻ ഇപ്പോൾ ഇന്ത്യയുമായി മികച്ച സൗഹൃദം പുലർത്തുന്നുണ്ട്. പക്ഷേ അവിടെയും രാഷ്ട്രീയ സാഹചര്യം മാറി വരാം. നേപ്പാൾ, ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളിൽ അടക്കം മറ്റ് രാജ്യങ്ങൾ താവളങ്ങളാക്കുകയോ അതിനെ സങ്കേതമാക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിട്ടതോടുകൂടി ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമായിട്ടുണ്ട്. പക്ഷേ ഓർക്കേണ്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടർന്ന സമയത്ത് പാകിസ്ഥാൻ പല ഇടപെടലുകളും നടത്തിയിരുന്നു. പാക് പ്രധാനമന്ത്രി നിരന്തരമായി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. അസീം മുനീർ പലപ്പോഴായി അമേരിക്കയിൽ പോയി സന്ദർശനം നടത്തി. അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന് സമാധാന നൊബേൽ നൽകണമെന്ന ശുപാർശയും നൽകി. അങ്ങനെയാണ് പാകിസ്ഥാൻ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നത്. ഇപ്പോഴാകട്ടെ റഷ്യ, ഇന്ത്യയുമായി സഹകരണത്തിലുണ്ടായിരുന്ന റഷ്യ പാകിസ്ഥാന് പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണുള്ളത്. ഇങ്ങനെ അയൽ രാജ്യങ്ങളുടെ രാഷ്ട്രീയവും നിലപാടുകളും മാറുന്ന സാഹചര്യത്തിൽ ആണ് ഇന്ത്യ സുപ്രധാനമായിട്ടുള്ള കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നത്. എൽദോ, റൈറ്റ്, മാറുന്ന ലോകക്രമം അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇന്ത്യക്ക് എത്രമാത്രം വലിയൊരു കരാറിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളിലേക്ക് എത്തിച്ചതും. നമുക്ക് സ്ക്രീനിൽ കാണാം പുതിയ സാഹചര്യങ്ങളെല്ലാം. എന്താണെങ്കിലും വലിയൊരു കരാറിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ഈ കരാറിൻ്റെ കൂടുതൽ വിവരങ്ങൾ എപ്പോഴത്തേക്ക് ലഭ്യമാകും അഭിലാഷ്? അതുകൂടി. റൈറ്റ്. വലിയൊരു പ്രതിരോധ രംഗത്തെ കരാറിനാണ് ഇന്ത്യ ഇപ്പോൾ 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിലേക്ക് എത്തുന്നത്. അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കാരണം ഏതാണ്ട് 3.25 ലക്ഷം കോടി രൂപ ഇതിനായി ഇന്ത്യ ചെലവഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി ഇതിനെ ചേർത്ത് വെക്കണം. അതിന് മുന്നോടിയായിട്ടാണ് ഡിഫൻസ് അക്വസിഷൻ കൗൺസിൽ ഇതിനെല്ലാം അനുമതിയും നൽകിയത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയാൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ ശേഖരിക്കൽ അത് 2ാം ദിനത്തിലാണ്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം സന്നിധാനത്ത് തുടരുകയാണ്. ലീഗൽ മെട്രോളജി വിഭാഗവും SITക്ക് ഒപ്പമുണ്ട്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശശി, ഇന്നലെയും സാമ്പിൾ ശേഖരണം ആരംഭിച്ചിരുന്നു. അത് ഇന്നത്തോട് പൂർത്തിയാവാൻ സാധ്യതയുണ്ട്? ഒരു പക്ഷേ ഇന്നുകൊണ്ട് പൂർത്തിയാവാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നത്. പക്ഷേ അത് ഇന്ന് പൂർത്തിയായില്ലെങ്കിൽ നാളെ കൂടി ഉണ്ടാവും ഈ സാമ്പിൾ ശേഖരണം ഉണ്ടാവും. നിലവിലത്തെ സാഹചര്യത്തിൽ 2 പ്രാവശ്യം ശബരിമലയിൽ നിന്നും ഈ സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. SIT സംഘം നേരിട്ടെത്തിയാണ്, വിദഗ്ധരെത്തിയാണ് ഇത് ശേഖരിച്ചത്. അന്നത്തെ പരിശോധനയിൽ ഇത് കൃത്യമായൊരു വ്യക്തത വരാത്തതിനെ തുടർന്നാണ് വീണ്ടും പരിശോധനയ്ക്കെത്തി. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഘം സന്നിധാനത്തെത്തിയത്. എത്തിയതിനു ശേഷം ഇന്നലെ നട തുറന്ന ദിവസം ആയിട്ടുകൂടി ഇന്നലെ വന്ന ഉടനെ തന്നെ ഈ കട്ടളപ്പാളിയുടെയും ഒപ്പം ശ്രീകോവിലിന്റെ പുറവിലുള്ള തൂണുകളിലെയും ശ്രീകോവിലിന് ചുറ്റുമുള്ള മേഖലയിൽ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വർണ്ണമാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. എന്തായാലും അത് ദ്വാരപാല ശില്പങ്ങളുടെയും ഈ ശ്രീകോവിലിന്റെ പിന്നിലുള്ള തൂണുകളിലുമൊക്കെ സാമ്പിളാണ് ഇപ്പോൾ ശേഖരിക്കുന്നത്. ശേഖരിച്ചതിന് ശേഷം ഇത് ഭാവ അറ്റോമിക് റിസർച്ച് സെന്ററിലാണ് പരിശോധനയ്ക്കായി അയക്കുന്നത്. SITയില് ഒപ്പം തന്നെ ലീഗൽ മെട്രോളജി വകുപ്പിലെ വിദഗ്ധരും ഈ പരിശോധനയ്ക്കുണ്ട്. കൃത്യമായൊരു പരിശോധന നടത്തുക എന്നുള്ളതാണ് ഈ സാമ്പിൾ ശേഖരണത്തിലൂടെ SIT ലക്ഷ്യമിടുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. കാരണം നിലവിലുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത് എത്ര സ്വർണം ഉണ്ട് എന്നുള്ള, സ്വർണത്തിൽ കുറവ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് വിശദമായും പരിശോധിക്കുക. ആ സ്വർണത്തിന്റെ ഗുണമേന്മ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. അത് റിപ്പോർട്ട് കൃത്യമായി ഈ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ തെളിവുകൾ അതിന്റെ ഒരു സാഹചര്യമാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിന് ആവശ്യമാണ്. അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ തന്നെ ഒരുപക്ഷെ ഓരോ സമയത്തും നമുക്കറിയാം ജാമ്യം ലഭിച്ചു പ്രതികൾ 5ഓളം പ്രതികൾ ഇപ്പോൾ തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ കുറ്റമറ്റ രീതിയിൽ തെളിവുകളുടെ ഒരു അസാന്നിധ്യം ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാരണങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ സാമ്പിൾ ശേഖരിച്ച് ഈ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെടുക്കുക, ഈ സ്വർണത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതെല്ലാം റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. എന്തായാലും ഇന്നും പരിശോധനയുണ്ട്. ഒരുപക്ഷെ ഇന്നുകൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ നാളെ കൊണ്ട് പൂർത്തിയായിട്ടായിരിക്കും SIT ശബരിമല ഇന്ന് മലയിറങ്ങുക. എൽദോ. ശരി, ശശിനാരായണൻ. മറ്റൊരു വാർത്ത കൂടി പോയാൽ അത് തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ 7ാം പ്രതി പിടിയിലായി എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് 7ാം പ്രതി ഷിൻഡോ P സണ്ണിയെ പിടികൂടിയത്. അതിൻ്റെയും വിവരങ്ങൾ ശശിനാരായണൻ പങ്കുവയ്ക്കും. ശശി, 6 പ്രതികളിൽ നിന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. മറ്റൊരു പ്രതി കൂടി.
നിലവിൽ ഈ തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട 6 പ്രതികളാണ് ഉള്ളതെന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ പ്രതികൾ പിടിയിലായ ആദ്യത്തെ പ്രതി പിടിയിലായ മരണസുബിൻ എന്നറിയപ്പെടുന്ന 1-ാം പ്രതി ആ സുബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതി കൂടി ഈ കേസിലുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഈ പ്രതിക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ പിടിയിലായ 1-ാം പ്രതി സുബിനിൽ നിന്നുള്ള മൊഴിയാണ് ഈ 7-ാം പ്രതി ഷിൻഡോയെ പിടികൂടാൻ കഴിഞ്ഞത്. ഷിൻഡോ ചങ്ങനാശ്ശേരി നിന്നാണ് ഇന്ന് പിടികൂടിയത്. ഈ ട്രെയിൻ മാർഗം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു പ്രതി. പോലീസ് കൃത്യമായി അവിടെ എത്തുകയും ഷിൻഡോയെ പിടികൂടുകയും ചെയ്തു. അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട് 7 പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കൂട്ടബലാത്സംഗത്തിന് കാരണമെന്നാണ് പ്രതികളുടെ മൊഴികൾ. തെളിവുകളും അത്ര തന്നെയാണ്. ഉടമ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് കൊട്ടേഷൻ ആണെന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചത്. പക്ഷെ അതിന് വേണ്ട തെളിവുകളോ മറ്റ് സാക്ഷികളോ ഒന്നും തന്നെ കേസിലില്ല എന്നുള്ള പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗുണ്ടാപ്പിരിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂട്ടബലാത്സംഗം നടന്നത്. അതിൽ 6 പ്രതികളെന്നാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പ്രതി കൂടി 7-ാമത്തെ പ്രതി കൂടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. തിരുവല്ലയിലെ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഷിൻഡോ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. സമഗ്രമായ 2 വാർത്തകളുടെയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ അത് തൃശൂർ പൂരം കലക്കലിൽ ദേവസ്വത്തിന് വീഴ്ച എന്നുള്ള റിപ്പോർട്ടിനെ പറ്റിയാണ്. ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. ADGP അജിത് കുമാറിനെതിരെയും പരാമർശമില്ല എന്നാണ് സൂചന. VV അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, എന്തൊക്കെയാണ് റിപ്പോർട്ടുള്ളത്? പൂരം കലക്കലിൽ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ ADGP അജിത് കുമാറിനെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നു. CPI വലിയൊരു രാഷ്ട്രീയ വിഷയമായത് ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അജിത് കുമാറിന് നടപടി വേണമെന്ന ആവശ്യം CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ആവശ്യവുമായി രംഗത്ത് വന്നതാണ്. തൃശൂർ നിന്നുള്ള പ്രധാന നേതാവായ VS സുനിൽകുമാറും ആ വിഷയത്തിൽ VS സുനിൽകുമാർ തന്നെ K രാജൻ അടക്കമുള്ളവരും കടുത്ത നിലപാട് എടുത്തതാണ്. K രാജൻ ഒരു അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയപ്പോഴും പോലീസിന്റെ വീഴ്ച അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ദേവസ്വത്തെ പരിചാരിയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥ ഗൂഢാലോചന എന്ന വാദത്തെ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. അജിത് കുമാറിനെതിരെയും റിപ്പോർട്ടിൽ കാര്യമായ പരാമർശങ്ങളില്ല. തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാടുകളാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് അന്വേഷണത്തിന്റെ കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിട്ടുണ്ട്. 16 മാസം എടുത്താണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയത്. റൈറ്റ്. എന്താണെങ്കിലും റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ADGP അജിത് കുമാറിനെതിരെ കാര്യമായിട്ടുള്ള പരാമർശമില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട സൂചനകളുള്ളത്. VV അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. എന്നാൽ 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും ചർച്ചകളും ഒക്കെയായി ന്യൂസ് ട്രെൻഡ്സ് നമ്മോടൊപ്പം ചേരും. അല്പസമയത്തിനകം TG സജിത്ത് ന്യൂസ് ട്രെൻഡ്സിലൊപ്പം ചേരും. 9 മണി വാർത്തകൾ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.